മലപ്പുറം ജില്ലയിൽ ഇത്തവണ 3 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നാണ് CPM വിലയിരുത്തൽ. തവനൂരും പൊന്നാനിയും നിലനിർത്താനാകുമെന്നും എന്നാൽ താനൂർ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇത് മാധുവിന്റെ രീതിയിലുള്ള ഒരു അവതരണമാണ്, ആ ഒരു അവലോകനമാണ്. സംഗതി അവിടെ നിൽക്കട്ടെ. ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ വിചാരിക്കുന്ന കാര്യം, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആരധികാരത്തിൽ കയറും എന്നുള്ള വലിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ദിവസം മുഴുവൻ CPM-ലെ എല്ലാ പ്രവർത്തകരും വിശ്രമ ജീവിതത്തിലായിരുന്നു. പിണറായി വിജയനും പരിപൂർണമായിട്ടും ഒരു ദിവസം മുഴുവൻ വിശ്രമ ജീവിതത്തിലായിരുന്നു, നമുക്കറിയാം. ഇനി അതിനുശേഷം നമ്മൾ മുമ്പിലേക്ക് വന്ന വാർത്തകൾ മുഴുവൻ കോൺഗ്രസ്സുകാരുടെ വാർത്തകൾ മാത്രമായിരുന്നു. കോൺഗ്രസ് പാളയത്തിൽ മുഴുവൻ അപാരമായിട്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു 100-ൽ കൂടുതൽ സീറ്റിൽ ഇവിടെ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് കോൺഗ്രസിലെ എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഏറ്റവും രസകരമായ ചില കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞത്, AR റഹീം അടക്കമുള്ള ആളുകളൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പുറത്തുവിടുന്നുണ്ട്. അതിലത്തെ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള റഹീം കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു വർത്തമാനം, അത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വർത്തമാനമാണ്. ആ വർത്തമാനത്തിലൂടെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ തന്നെ മലപ്പുറത്ത് 3 സീറ്റേ കിട്ടിയുള്ളൂ, ബാക്കിയുള്ള സീറ്റൊന്നും കിട്ടാനുള്ള സാധ്യത ഒന്നും കാണാനില്ല എന്ന രീതിയിലുള്ള ചില ഡയലോഗുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ വർത്തമാനം നിങ്ങൾ കേൾക്കണം. കാരണം എന്തിനെ കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന ഗവൺമെന്റ് UDF-ന്റേതാണെങ്കിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, വരാൻ പോകുന്ന ഗവൺമെന്റ് UDF-ന്റേതാണെങ്കിൽ ഇനി എന്തൊക്കെ രീതിയിലുള്ള അപകടങ്ങളാണ് നമ്മൾ കാത്തിരിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ചെറിയ സൂചന ഇവർ നമ്മുടെ മുമ്പിലേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം മലപ്പുറം ജില്ലയിൽ ഇത്തവണ 3 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നാണ് CPM വിലയിരുത്തൽ. തവനൂരും പൊന്നാനിയും നിലനിർത്താനാകുമെന്നും എന്നാൽ താനൂർ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. തിരൂരിൽ ശക്തമായ മത്സരം നടന്നുവെങ്കിലും വിജയ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ബൂത്തുതല കണക്കുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ തീരുമാനം. പെരിന്തൽമണ്ണയിൽ UDF മികച്ച വിജയം നേടുമെന്നും വേങ്ങരയും വേറനാടും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നും CPM വിലയിരുത്തുകയാണ്. മുബഷീർ P. അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. മുബഷീറിന്റെ കണക്ക് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ മലപ്പുറം ജില്ലത്തെ മാത്രം എടുത്ത് നോക്കുമ്പോൾ LDF-ന് വലിയ സാധ്യതകൾ പറഞ്ഞുകൊണ്ടോ, ഞങ്ങൾ 80-നപ്പുറത്തേക്ക്, ഞങ്ങൾ 90-നപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഞങ്ങൾ 100-നപ്പുറത്തേക്ക് സീറ്റുകൾ വാങ്ങിച്ച് വീണ്ടും അധികാരത്തിൽ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ 3.0 വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊന്നും ഒരു ഇടതുപക്ഷ ഹാൻഡിലും കാണാനില്ല. എൻ്റെ തന്നെ ചാനൽ ഞാൻ ഫേസ്ബുക്കിലും മറ്റൊക്കെ ഇട്ടപ്പോൾ ചില ആളുകൾ കൃത്യമായിട്ട് പറയുന്നത് 40 ചുരുങ്ങും LDF എന്നാക്കണം. അതൊരു അസംഭവമായിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയുടെ വർത്തമാനം നിങ്ങൾ കേൾക്കണം. കേരളം ഇനി അനുഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെ കുറിച്ചിട്ടുള്ള വിവരണമാണ് ഇനി എനിക്ക് നടത്താനുള്ളത്. കേൾക്കണേ. 5 മിനിറ്റിനകം മുഖ്യമന്ത്രി കണ്ടെത്താൻ കഴിയുമെന്നാണ് സതീശൻ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ല, അത് വേണല്ലോ. കാരണം ഒന്നിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല, വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. ഇതിലൊക്കെ വളരെ നിർബന്ധമുണ്ട്. ഇതൊന്നും അല്ലട്ടോ വിഷയം. സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ നല്ല നിലക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കണം. കോൺഗ്രസിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലല്ലോ. ജനാധിപത്യ പാർട്ടിയായിട്ടും 1-2 ദിവസം ചർച്ച ചെയ്ത് അവസാനം നല്ല തീരുമാനങ്ങൾ വന്നില്ലേ? വലിയ പൊട്ടിത്തെറി ഒന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ അവർ തീരുമാനിക്കണം. തീരുമാനിച്ചിട്ട് ഉടനെ കർമ്മപഥത്തിലേക്ക് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് കേൾക്കാൻ പറയുന്നത്. ഇവിടെ മുതലാണ് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കേണ്ടത്. എന്താണ് UDF വന്നു കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കേരള ജനത കാത്തിരിക്കുന്ന ഒരു അപകടമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോകുന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എനിക്കാകെ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൂ. ആ 3 കാര്യങ്ങൾ മാത്രമല്ല അപകടമായിട്ട് നിൽക്കുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനപ്പുറത്തേക്കും ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ടും ആ അപകടങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ അത് അപകടത്തെ കുറിച്ച് പറയാം. കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. എന്താ ചെയ്യുക എന്നുള്ളത് കൂടി ഇന്ന് തീരുമാനിക്കണം. എങ്ങനെയുണ്ട്? ഇപ്പോഴേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞു, ഖജനാവ് കാലിയാണ്. അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല.
ഇപ്പോഴും LDFന്റെ ആ ഒരു മന്ത്രിസഭ തന്നെയാണ്, ഒരു താൽക്കാലിക മന്ത്രിസഭയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധികാരത്തിലേക്ക് എത്തിയിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല, മന്ത്രിസഭ തീരുമാനിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതൊന്നുമല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ തങ്ങൾ അധികാരത്തിൽ കയറുകയാണെങ്കിൽ ഒരു തരത്തിലും ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് പറയുന്ന ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഇവർ അധികാരത്തിലേക്ക് കയറുന്നത്. അതാണ് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഖജനാവ് കാലിയാണ്. ഞാൻ പറഞ്ഞ നുണയൊന്നുമല്ല കേട്ടോ. നിങ്ങൾ കേട്ടില്ല എന്ന് വേണ്ട. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. എന്താ ചെയ്യുക എന്നുള്ളത് കൂടി ഇരുന്ന് തീരുമാനിക്കണം. അലാവുദ്ദീന്റെ അത്ഭുതം വളക്കാലല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ. ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റതാണ്. കണ്ടില്ലേ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ലല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ എന്നാണ് പറയുന്നത്. ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റും അതാണ്. എനിക്ക് മനസ്സിലാവില്ല ഇടതുപക്ഷത്തിന് തെറ്റ് എന്താണ് സംഭവിച്ചെന്നുള്ളത്. കൃത്യമായിട്ടും ഇവിടെ എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്തതാണോ ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റ്? ഇവിടെ സ്കൂളുകൾ മറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് റൺ ചെയ്യുന്നതാണോ ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റ്? വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ആ വീട് പണി തീർത്തുകൊണ്ടിരിക്കുന്നതാണോ ഇടതുപക്ഷത്തിന് സംഭവിച്ച തെറ്റ്? അതും ചരിത്ര വേഗത്തിലാണ് അത് പണി തീർത്തുകൊണ്ടിരിക്കുന്നത്. ചരിത്ര വേഗത്തിൽ അത് പണി തീർത്തുകൊണ്ടിരിക്കുന്നതാണോ ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റ്? ഇനി അതുമല്ല, ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ, അവിടുത്തെ മരുന്നുകൾ, അവിടുത്തെ ഡോക്ടേഴ്സിന്റെ നിയമനങ്ങൾ, ഇതൊക്കെ ഭംഗിയായിട്ട് നടത്തുകയും അത് ഭംഗിയായിട്ട് റൺ ചെയ്തു പോകുന്നതാണോ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പറ്റിയ തെറ്റ്? അല്ല, എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇടതുപക്ഷത്തിന് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് എന്നെങ്കിൽ നമുക്ക് അറിയണ്ടേ. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന ആദ്യത്തെ ന്യായം, ഖജനാവ് കാലിയാണ്. ഇത് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് MK ആന്റണി എന്നാണ്. ആന്റണി സാർ പറഞ്ഞത് പൂച്ച പെറ്റ് കെടുക്കുകയാണെന്ന് പറഞ്ഞേ. പൂച്ച പെറ്റ് കെടുക്കുകയാണ് ഖജനാവിൽ എന്നൊരു വാക്കായിരുന്നു അന്ന് ആന്റണി സാർ പറഞ്ഞത്. ആന്റണി അവിടെ അധികാരത്തിൽ കയറുന്ന സമയത്ത് ദ സെയിം ഡയലോഗാണ് ഇപ്പോൾ UDFന്റെ ഭാഗത്തുനിന്ന്, കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന്, ലീഗിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഖജനാവ് കാലിയാണ്. എന്തിനെന്ന് ഞാൻ പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഏറ്റവും പ്രധാനമായിട്ട് ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഡ്യൂക്കേഷൻ എടുക്കാം, വിദ്യാഭ്യാസം എടുക്കാം, നമ്മുടെ സ്കൂളുകൾ എടുക്കാം. വളരെ ഭംഗിയായിട്ട് റൺ ചെയ്തു പോകുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും. കുട്ടികൾ കൂടുതലാണ്. ഈ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് ചേരാൻ വേണ്ടി ക്യൂ ആണ്. പലപ്പോഴും സീറ്റിന് വേണ്ടി അവിടെ മുൻകൂറൊക്കെ രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ക്യൂ നിൽക്കുന്ന പരിപാടികൾ കാണാം. അങ്ങനെ ഗവൺമെന്റ് സ്കൂളിലേക്ക് എല്ലാവരും ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, യൂണിഫോം കിട്ടുന്നുണ്ട്, ഇതെല്ലാം ഫ്രീ ആണ്. 10-15 വയസ്സ് വരെ ഫ്രീ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. ആ ഒരു മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടണമെങ്കിൽ പുറത്ത് ലക്ഷങ്ങൾ ചെലവഴിക്കണം. അത് പ്രൈവറ്റ് സ്കൂളുകളിൽ ചെലവഴിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഏറ്റവും വലിയ പ്രൈവറ്റ് സ്കൂളുകൾ UDF നേതാക്കളുടെ അല്ലെങ്കിൽ UDFുമായി ചേർന്ന് നിൽക്കുന്ന വലിയ മുതലാളിമാരുടെയും കയ്യിലാണ്. ഒരു സംശയവുമില്ല. പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ഇത്തരം ആളുകളുടെ കയ്യിലാണ്. ഇനി സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് എൻ്റെ ഒരു തോന്നലാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇവർ അധികാരത്തിൽ കയറി ഒരു 6-7 ഒരു വർഷത്തിനുള്ളിൽ കയറി കഴിഞ്ഞാലുള്ള കാര്യം പറയുന്നത്, ഒരു വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾ സിസ്റ്റം തകരും. കൃത്യമായിട്ട് പാഠപുസ്തകങ്ങൾ എത്തില്ല. ഒരു വർഷം പാഠപുസ്തകം എത്തും, കാരണം അത് കൊടുത്തു കഴിഞ്ഞു എന്നുകൊണ്ട്. പാഠപുസ്തകങ്ങൾ എത്തില്ല, അധ്യാപക നിയമനം നടക്കില്ല, അവർ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യില്ല, പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും തകർന്ന് തരിപ്പണമാകുന്ന ഒരു സിസ്റ്റമായിട്ട് ഗവൺമെന്റ് സ്കൂൾ തകരുകയും അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു വരികയും സ്വാഭാവികമായിട്ടും രക്ഷിതാക്കൾക്ക് ഗവൺമെന്റ് സ്കൂളിനേക്കാൾ നല്ലത് പണം കൊടുത്താലും വേണ്ടില്ല, തങ്ങളുടെ കുട്ടികൾ നേരെ ആവണമെന്നുള്ള ബോധ്യത്തിന്റെ തോന്നലിന്റെ ഭാഗമായിട്ട് അവിടുന്ന് പേര് വെട്ടിയിട്ട് പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് ചേക്കേറുന്ന പരിപാടി നടക്കും. നോർമലി ഇറ്റ് വിൽ ഹാപ്പൻ. ഒരു സംശയമില്ല, അത് നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ ഗുണമാർക്ക്? ഈ മുതലാളിമാർക്ക് അത് ഗുണം. ഇത്തരത്തിലുള്ള ഒരു സംഗതിക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ് എനിക്ക് തോന്നുന്നു അത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ തുടങ്ങാൻ സാധ്യതയുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. രണ്ടാമത്, അതേപോലത്തെ സിറ്റുവേഷൻ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണ്. നോക്കൂ, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ ഏറ്റവും ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ.
അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, എല്ലാത്തരം ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നു, എല്ലാ പുത്തൻ മെഷീനുകളും അവിടേക്ക് വരുന്നു, അത് വെച്ചുള്ള ശസ്ത്രക്രിയയും മറ്റൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സംഗതികളുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പരിസര പ്രദേശത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പ്രസവം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് എടുക്കുന്ന തുക അത് പാക്കേജുകളാണ്. ഒരു ഡോക്ടറും ഒരു നഴ്സും വേണമെങ്കിൽ 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം. ഇനി നിങ്ങൾക്ക് കൂടി അക്കമ്പനി ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു 4 ലക്ഷം. ഇനി നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 60,000. ഇനി അതൊരു സിസേറിയൻ വരികയാണെങ്കിൽ എങ്ങനെ പോയാലും 90+ എന്ന രീതിയിലൊക്കെ ഒരു പാക്കേജാണ്, പാക്കേജ് വെച്ചിരിക്കുകയാണ്. ഈ പാക്കേജ് വെച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും ഇപ്പോൾ ആളുകളില്ല. പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം അമ്മയും കുഞ്ഞും എന്ന ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ചുറ്റുമുള്ള ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ പണി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പണി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സിസ്റ്റം തകരാറായി കഴിഞ്ഞാൽ ഇവിടെ പണി കൂടും, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പണി കൂടും. അപ്പോൾ ഗവൺമെന്റ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൃത്യമായിട്ട് മരുന്ന് എത്താതിരുന്നാൽ മതി, ഇവർ പുറത്തേക്ക് പോകും. കൃത്യമായിട്ട് അവിടേക്ക് ഡോക്ടേഴ്സിനെ നഴ്സുമാരെ നിയമിക്കാതിരുന്നാൽ മതി, അവർ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റ് നടത്തുക തീർച്ചയായിട്ടും അത് കോൺഗ്രസിന്റെ രീതിയാണ്. എല്ലാ കാലവും അവർ ഇങ്ങനെയൊക്കെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളൂ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മൂന്നാമത്തത് KSRTC ആണ്. എങ്ങനെയെങ്കിലൊക്കെ എന്താ പറയുക, ഇങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു സംഗതിയാണ് KSRTC. ആ ബോർഡ് തകരാൻ വളരെ ഈസിയാണ്. ഈ സ്ത്രീകൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ടുള്ള ഒരു യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ പല ആൾക്കാരും പറയുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ടോ? തമിഴ്നാട്ടിൽ നടക്കും. അത്രയേറെ നമ്മളെക്കാൾ വലിയ ഒരു സംസ്ഥാനമാണ്, അത്രയേറെ വ്യവസായങ്ങൾ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്, അതിനുള്ള സ്ഥലങ്ങൾ പറമ്പുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടേത് അത്ര വലിയൊരു വാസ്റ്റ് പ്ലേസ് അല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് പോലും, ഇന്ത്യയിൽ നിന്ന് പോലും സ്വതന്ത്രമായിട്ട് നിന്ന് ഭരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളവര്. ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇവർ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നെഗറ്റീവ് മാറ്റങ്ങളാണ് ഉണ്ടാവുക. ആ നെഗറ്റീവ് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് വൻകിട കുത്തക കമ്പനികളെ ഈസി ആയിട്ട് സഹായിക്കും. ആ സഹായം കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും KSRTC പോലുള്ള ബോർഡുകളായാലും തകരുകയും മുതലാളിമാർ എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ വിഭാഗം ജനങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കേരളം മാറുകയും ചെയ്യും. അതിന്റെ ആദ്യ സൂചന ഇവർ തന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ ഒരു ഡയലോഗാണ്. അതെന്നെ അത്ഭുതപ്പെടുത്തി എന്നതാണ്. വലിയ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ലല്ലോ. അതുപോലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ അവർ തീരുമാനിച്ചിട്ട് ഉടനെ കർമ്മപദത്തിലേക്ക് ഇറങ്ങണം. ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി ഖജനാവ് കാലിയാണ്. എന്താ ചെയ്യുക എന്നുള്ളത് കൂടി ഇരുന്ന് തീരുമാനിക്കണം. അലാവുദ്ദീന്റെ അത്ഭുതങ്ങൾക്കല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ? കണ്ടില്ലേ, ഇവരെന്താ പറയാ, അലാവുദ്ദീന്റെ അത്ഭുതങ്ങളൊക്കൊന്നുമല്ലല്ലോ, പണത്തിന് പണം തന്നെ വേണ്ടേ? പൈസ ഇല്ല, അതുകൊണ്ട് പെൻഷൻ ഇല്ല. പൈസ ഇല്ല, അതുകൊണ്ട് സ്കൂളിൽ നേരാക്കാൻ പറ്റില്ല. അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾക്ക് പൈസ കൊടുക്കാൻ ഇല്ല. ഖജനാവിൽ പൈസ ഇല്ല. എല്ലാം LDF കൊണ്ടുപോയി നശിപ്പിച്ചു. എന്താണ് ഹോസ്പിറ്റലുകളിലേക്കുള്ള മരുന്നോ? പൈസ ഇല്ല. കഴിഞ്ഞ അവിടുത്തെ ഗവൺമെന്റ് കൊണ്ടുപോയി നശിപ്പിച്ചു. ഇനി അതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. ഞങ്ങൾക്ക് 1-2 വർഷം സമയം തരൂ, 2 വർഷം കഴിഞ്ഞ് നോക്കാം. എല്ലാം മുടങ്ങും. ബൈ. മാറ്റമല്ല വേണ്ടത്. മാറ്റമാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, സബ് ചെയ്ത് കൂടെ കൂട്ടണേ. നിങ്ങളുടെ ഇത്തരം താല്പര്യമുള്ള ആളുകൾക്ക് കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം.